സിംഗപ്പൂർ കപ്പലായ വാൻഹായ് 503 ഡക്കിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് രാവിലെ 9 മണിയോടെ തീപിടിച്ചത്. 22 ജീവനക്കാരിൽ 18 പേരെ കോസ്റ്റ് ഗാർഡും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരെ മംഗളൂരിലെത്തിക്കും. സ്ഫോടക സാധ്യതയുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകളിലുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വാൻഹായ് 503 എന്ന കപ്പലിനാണ് തീപിടിച്ചത്. ബേപ്പൂർ തീരത്ത് നിന്ന് 88 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു അപകടം. കണ്ടെയ്നറിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നാണ് തീപിടുത്തമെന്നാണ് പ്രാഥമിക നിഗമനം. ചൈനീസ്, മ്യാൻമർ, ഇന്തോനേഷ്യൻ പൗരന്മാരായ 22 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അപകടത്തിന് പിന്നാലെ ഇവരിൽ 18 പേർ കടലിലേക്ക് ചാടി. ഇവരിൽ 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡോണിയർ വിമാനങ്ങളും സംഭവസ്ഥലത്തുണ്ട്. യുദ്ധക്കപ്പലായ INS സൂറത്തും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പരിക്കേറ്റവരിൽ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് വിവരം. കേരള തീരത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. എന്നാൽ കപ്പലിലുള്ളത് വായുവിൽ കത്താനെന്നതും അതിവേഗത്തിൽ തീപിടിക്കുന്ന ദ്രാവകങ്ങളാണ് എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 50 കണ്ടെയ്നറുകൾ കടലിൽ വീണെന്നാണ് വിവരം. കണ്ടെയ്നറിലെ ചരക്കുകളെക്കുറിച്ച് കസ്റ്റംസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോയിട്ടുള്ളത് വലിയ കപ്പലുകളായതുകൊണ്ട് നേരിട്ട് പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കപ്പലിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർ പുറംകടലിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ പുറംകടലിൽ നിന്ന് നമ്മുടെ ടഗുകൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. നമ്മുടെ തുറമുഖം വിട്ടുകഴിഞ്ഞാൽ കപ്പൽ ചാനലുകളിൽ നിന്ന് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് തുടർ ദൗത്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക. അതിൽ ഏറ്റവും പ്രധാനമായി കോസ്റ്റ് ഗാർഡിൻ്റെ എല്ലാം നിയന്ത്രണം അവർക്കാണ്, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനാണ്. തീപിടുത്തത്തിന് പിന്നാലെ കണ്ണൂരിലെ കടൽവെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. രാസവസ്തുക്കൾ കലർന്നോ എന്നറിയാനാണ് പരിശോധന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.